അമൃത, എങ്ങനെയാണ് അമൃത ഈ ഒരു ചാനലുകളിലൂടെയൊക്കെ നമ്മളിത് കണ്ടതാണ്, എന്നിരുന്നാൽ പോലും നമ്മുടെ കാണാത്ത പ്രേക്ഷകരിലേക്ക് അമൃതയെ കൂടി ഒന്ന് പരിചയപ്പെടുന്ന ഒരു വാക്കുകൾ കൂടി ആവുമല്ലോ. എങ്ങനെയാണ് അമൃതയ്ക്ക് ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്? എങ്ങനെയാണ് അത് ഫേസ് ചെയ്തത്? എങ്ങനെയാണ് അത് തരണം ചെയ്യാൻ പറ്റിയത്? ഞാനിത് 1 വർഷമായിട്ടേ ഉള്ളൂ ഈ മേഖലയിലേക്ക് കേറിയിട്ട്. അപ്പം തുടക്കത്തിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ക്രൗഡ് വർക്ക് ആയിട്ടാണ് അവിടെ ഇവിടെ നിൽക്കുന്നതും പാസ് ചെയ്യുന്ന റോൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പം നമ്മളിപ്പോ ഏതൊരു ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് മേഖലയായാൽ പോലും നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായ ഒരു അഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, ഓക്കെ, നമുക്ക് തരുന്ന പേയ്മെന്റ് മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. എങ്കിൽ പോലും നമുക്ക് പറഞ്ഞിട്ടുള്ള തുക, ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വരുന്ന 2000-3000 ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ നേരിട്ട് കോർഡിനേറ്റേഴ്സിന് കയ്യിൽ കൊടുക്കും. പക്ഷെ നമുക്കത് കിട്ടുന്നത് ഒരു 500 രൂപ എന്നുള്ള രീതിയിലാണ് നമുക്ക് തരുന്നത്. അപ്പം അത് പോട്ടെ, നമുക്ക് കുറച്ച് പൈസയാണ് തരുന്നതെങ്കിൽ പോലും നമുക്ക് നമ്മളോട് പെരുമാറുന്ന ഒരു രീതി, ഒരു മനുഷ്യൻ എന്നുള്ള ഒരു വാല്യൂ തരാതെ, കിട്ടിയില്ല, ക്യാഷ് കിട്ടിയില്ല, എന്നാ പൊക്കോ എന്ന് പറയുന്ന ഒരു അടിമകളോട് പെരുമാറുന്ന രീതികൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ അഭിമാനം വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കൂല. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫീൽഡ് നമ്മൾ തുടരണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ മാറി നിന്നൊരു സമയം. അതായത് നമുക്ക് ക്യാരക്ടർ റോളോ അല്ലെങ്കിൽ നല്ല ഒരു ഡയലോഗ് സീനോ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ ഞാൻ മാറി നിൽക്കുന്ന എനിക്ക് പറയുന്ന ഒരു പ്രൊഡ്യൂസറിന് വാട്സപ്പ്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസറാണ്, ഷൈജു ആണ്, നല്ല ക്യാരക്ടർ റോള് വരുന്നുണ്ട്, അപ്പോ അമ്പത്തേക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ സംസാരിച്ചോളൂ, ഡീറ്റെയിൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവിടെ കോൾ ചെയ്യണം, എന്തായാലും ടെക്സ്റ്റ് ചെയ്യാൻ പറ്റില്ല, കോൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കോൾ എന്താണ്, എനിക്ക് 10 മണിക്ക് ശേഷം കോൾ എനിക്ക് അലൗഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ വോയിസ് വിട്ടോളൂ എന്ന് പറഞ്ഞു. വോയിസ് വിട്ടോളൂ, ടെക്സ്റ്റ് ചെയ്യാൻ സാറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് വിട്ടോളൂ, ഞാനത് ഇയർഫോണിൽ ഞാൻ കേട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, എന്താ സിനിമാ കാര്യം പറയാനല്ലേ, വർക്കിന്റെ കാര്യം പറയാനില്ല, അതിനെന്താ, എന്ത് സിനിമ ആയാലും വർക്കിന്റെ കാര്യമായാലും എന്റെ വീട്ടിൽ 10 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം ഒന്നും സംസാരിക്കാൻ എനിക്ക് അലൗഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വർക്ക് ക്യാൻസൽ ചെയ്യാം, ഈ വർക്ക് വേണ്ട, നമുക്ക് അടുത്ത വർക്ക് പറയാമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവര് ക്ലോസ് ചെയ്തു. പിന്നെ ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെ വീണ്ടും വിളിച്ചു. അമൃത, ഞാൻ അന്ന് വിളിച്ച ഷൈജു ആണ്, പിന്നെ ഒരു വർക്കുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല റോളാണ്, അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് ക്യാരക്ടർ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമൃതയ്ക്ക് പറഞ്ഞേക്കുന്ന തുക എന്ന് പറയുന്നത് 2,40,000 രൂപയാണ്. ഡെയിലി 30,000 രൂപ വെച്ചിട്ടാണ് തരുന്നത്. 50,000 രൂപ അഡ്വാൻസ് എഗ്രിമെന്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എഗ്രിമെന്റ് എപ്പോഴാന്ന് വെച്ചാൽ അമൃത പറഞ്ഞോളൂ എപ്പോഴാ എഴുതണ്ടേ. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് സാർ തീരുമാനിച്ചോളൂ, എനിക്ക് എപ്പോഴായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, എടാ ഒരു വിഷയം എന്താ വെച്ചാല് അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ, ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ അമൃത തയ്യാറാകുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് സാർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞു, എടാ അത് ഫിലിം ഫീൽഡ് അല്ലേ, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഫിലിം ഫീൽഡിൽ എന്താ വിഷയം, എന്താ പ്രശ്നം എന്താ? അപ്പം പറഞ്ഞു, എടാ അത് എങ്ങാനും ഡയറക്ടർ സൈഡിന്നോ മറ്റാരെങ്കിലും സൈഡിന്നോ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടെ കിടക്ക പങ്കിടാനോ ചോദിക്കുകയാണെങ്കിൽ അമൃത തയ്യാറല്ലേ. ഞാൻ അയ്യോ സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഈ ഫിലിം ഫീൽഡിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഈ വക കാര്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമൃത വേണ്ട, ഓക്കെ, പ്രശ്നമില്ല, പിന്നെ വേറെ ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ പെൺപിള്ളേർ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അനീതി കാണിക്കുന്നത് പെൺപിള്ളേരോട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആൺപിള്ളേരോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുമോ, പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഈ ഒരു അനീതി ക്രൂരത നിങ്ങൾ കാണിക്കുന്നത് തെറ്റല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, എടാ അത് നിങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ തുക പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു നടിയിലേക്ക് മാറുകയാണ്, അപ്പൊ നിങ്ങൾ വേറൊരു ഇനി നിങ്ങൾക്ക് മൂവിയിൽ ചാൻസ് കിട്ടും, നിങ്ങൾ വലിയൊരു ഫേമസ് ആകും, അപ്പൊ വലിയ തുക ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാ, ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും തുക ഞങ്ങൾ തരുമ്പം നിങ്ങൾ അതിന് തയ്യാറാവണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ നിങ്ങൾ തുക തരണ്ട,
ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഭിനയിച്ചില്ല, നിങ്ങൾ തുക തരുന്നത് കൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ തുക തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അയ്യോ അമൃത അത് അങ്ങനെയല്ല, ഫിലിമിന്റെ ഒരു രീതി അങ്ങനെയാണ്, അപ്പോ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായവർ വേറെ ഉണ്ട്. അമൃതയ്ക്ക് ഇങ്ങനെ ഒരു ഈ കഥാപാത്രത്തിന് പറ്റിയ ഒരു ഫേസ് ആണ് അമൃതയുടേത്, അതുകൊണ്ടാണ് അമൃത ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാർക്ക് പിന്നെ അഭിനയിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അമൃതനെ ഒന്ന് വിളിച്ചു നോക്കിയത്. പക്ഷെ അമൃതയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന്. അപ്പം പറഞ്ഞു അമൃത പിന്നെ ഇനി എന്തെങ്കിലും നല്ല വേറെ എന്തെങ്കിലും ചെറിയ സീനുള്ള റോള് കിട്ടുകയാണെങ്കിൽ അമൃതനെ വിളിക്കുക, ചെറിയ 3000-2000 ഒക്കെ ഡെയിലി വരുന്ന രീതിയിലുള്ള റോള് കിട്ടുകയാണെങ്കിൽ അമൃതനെ വിളിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്തു. അതാണ് ഉണ്ടായത്, ഫസ്റ്റ് ഒരു അനുഭവം ഉണ്ടായത് അതാണ്. ഓക്കെ, ഇത് വെച്ചാൽ നമുക്കറിയാം. അങ്ങനെ പറഞ്ഞോളൂ. അന്ന് എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അത് എനിക്ക് ഉറക്കമില്ലാത്തൊരു പോലെയായിരുന്നു. കാരണം നമ്മളൊക്കെ പ്രതികരിക്കാന്ന് പറയുമ്പോ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടുന്നത് ആരെങ്കിലും നമ്മളോട് ഒരു മോശമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം ഇങ്ങനെയല്ല ഉണ്ടാവാറ്. അപ്പൊ വളരെ മാന്യമായ രീതിയിൽ നമ്മളോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നു, മാന്യമായ രീതിയിൽ നമ്മളത് അയ്യോ ഞാൻ അത് തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്നത്. നമ്മൾ സ്ത്രീയെ സംബന്ധിച്ചോളം നമുക്കത് ഭയങ്കര വിഷമം തന്നെയാണ്. നമ്മളത് നേരിടുമ്പോഴേ നമുക്കത് മനസ്സിലാവും. മാന്യമായിട്ട് നമ്മളത് ഡീൽ ചെയ്യാന്ന് പറയുന്നത് അത് ഒരാൾക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു പോയത് ഇങ്ങനെയായിരുന്നു ഞാൻ പറയേണ്ടിയിരുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ ഞാനിത് അമ്മയോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അമ്മ പറഞ്ഞു, അമൃത നീ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഏതെങ്കിലും ചാനലിൽ നീ ഒരു വീഡിയോ ചെയ്ത് നീ പോസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാരും ഒന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ എനിക്ക് ഒന്ന് നമ്മളിപ്പോ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കുന്നപ്പോഴത്തേക്കും പൊതുയിടങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ത്രീകൾ പ്രതികരിക്കുന്ന സമയത്ത് പലരും നോക്കുകുത്തികളായി നിൽക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് വരുമോ, എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ അന്ന് അത് ചെയ്യാതിരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ മേഖലയിൽ ആൾക്കാര് പ്രതികരണമായിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് എന്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു പ്രതികരണം ഇല്ല എങ്കിൽ എനിക്കത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഭവമായി മാറും. അത് എനിക്കത് ഒരിക്കലും ഞാൻ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ പറ്റിയത് എനിക്കത് വലിയൊരു അഭിമാനം തന്നെയാണ് തോന്നുന്നത്. ഞാനിന്ന് അമൃതയുടെ അമ്മ രാവിലെ ബന്ധപ്പെട്ട സമയത്ത് ടീച്ചർ പറഞ്ഞോ, ചില കാര്യങ്ങൾ കൂടി അമൃത ഒന്ന് കുറച്ചൊരു ക്ലാരിറ്റി വരുത്തണം. ഒന്നാമത്തെ കാര്യം, ആരാണ് ഈ ഷൈജു എന്ന് പറയുന്ന വ്യക്തി? കാരണം പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ, നമുക്ക് പ്രമുഖരായിട്ടുള്ള സംവിധായകരെ സംബന്ധിച്ചിട്ടല്ലേ അറിയൂ. ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് താങ്കളെ വിളിച്ചത്, ഏത് ലൊക്കേഷനിലാണ് വിളിച്ചത്, ഈ ഇൻസിഡന്റ് നടന്നിട്ട് എത്ര വർഷമാകുന്നുണ്ട്, ഈ സംഭവം അമ്മയല്ലാതെ മറ്റാരെങ്കിലുമായി താങ്കൾ ഈ വിഷയം പങ്കുവച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഈ വർഷം തന്നെ ഫെബ്രുവരി സമയത്താണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്. എന്നോട് പ്രൊഡ്യൂസർ എന്നാ പറഞ്ഞത്. ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ നേരിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കാര്യത്തിന് പ്രൊഡ്യൂസർ നേരിട്ട് എന്തായാലും ഏത് സിനിമയായിരുന്നു അമൃത, ഏത് സിനിമയായിരുന്നു? അപ്പൊ പ്രേക്ഷകർക്ക് അത് ഊഹിക്കാൻ പറ്റും. അത് സിനിമ ഏതാന്ന് അനൗൺസ് ചെയ്തിട്ടില്ല, പേര് അനൗൺസ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ആളെ കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെ.